അഫ്ഗാൻ അതിർത്തിയിൽ 23 തീവ്രവാദികളെ വധിച്ചതിലൂടെ പാകിസ്ഥാൻ വൻ വിജയം നേടിയെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. പാകിസ്ഥാൻ സൈന്യം ഖൈബർ പത്തുൻഖയിലെ കുർറം ജില്ലയിൽ 2 ഒളിത്താവളങ്ങളിൽ റെയ്ഡ് നടത്തുകയും 23 പോരാളികളെ വധിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ ടെഹ്രീക്ക് താലിബാൻ തീവ്രവാദികളെ ഇവർ ഖവാരിജ് എന്നൊരു വിശേഷണമാണ് പാകിസ്ഥാൻ നൽകുന്നത്. ഇവർക്ക് ഖവാരിജ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ അക്രമത്തിന് പേര് കേട്ടവരെ വിളിക്കുന്ന ഒരു പേരാണ്. എന്തായാലും ഇത് പാകിസ്ഥാൻ പോലൊരു ഭീകര രാഷ്ട്രം എന്ന് പറയുമ്പോൾ അങ്ങേറ്റം പരിഹാസ്യമാണ്. കാലിൽ മന്തുള്ളവൻ കാലിൽ മുടന്തുള്ളവരെ കുറ്റം പറയുന്നത് പോലുള്ള കാര്യമാണിത്. ഇതേ ആഴ്ചയിൽ നടന്ന മുൻ റെയ്ഡുകളിൽ 38 തീവ്രവാദികളെ കൂടി വധിച്ചതായും പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട്. 2 ആഴ്ചകൾക്ക് മുൻപ് അഫ്ഗാൻ സേനയുമായി നടന്ന അതിർത്തി സംഘർഷങ്ങളിൽ തങ്ങളുടെ 23 സൈനികർ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം 200-ലധികം തീവ്രവാദികളെയും ടെഹ്രീക്ക് താലിബാൻ തീവ്രവാദികളെയും താലിബാൻകാരെയും നിഷ്ക്രിയരാക്കി എന്നും പാകിസ്ഥാന്റെ അവകാശവാദം വരുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ കണക്കനുസരിച്ച് അഫ്ഗാൻ മണ്ണിലെ 21 താവളങ്ങൾ പിടിച്ചെടുക്കുകയും നിരവധി പരിശീലന ക്യാമ്പുകൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നു. ഈ തീവ്രവാദികൾക്ക് പിന്നിൽ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമാണെന്ന് ഇസ്ലാമാബാദ് ആവർത്തിച്ച് ആരോപിക്കുന്നുണ്ടെങ്കിലും അതിന് സ്വതന്ത്രമായ തെളിവുകളൊന്നും ഇവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഈ തീവ്രവാദികൾക്ക് താവളം ഒരുക്കുന്നു എന്ന ഒരു ആരോപണം അഫ്ഗാൻ ഉദ്യോഗസ്ഥർ ശക്തമായി നിഷേധിച്ചു. പാകിസ്ഥാന്റെ റെയ്ഡുകൾ സ്ഥിതിഗതികൾ അസ്ഥിരപ്പെടുത്തുകയാണെന്നും അവർ മുന്നറിയിപ്പ് നൽകി. അതിർത്തിയിലെ ഈ സംഘർഷം വർദ്ധിച്ചതിനെ തുടർന്ന് സംയമനം പാലിക്കാൻ ഇരുപക്ഷത്തോടും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഭീകരതയ്ക്കെതിരെ പോരാടുന്നുവെന്ന ഈരവാദമാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. ഓരോ തവണ പാക്കിന്റെ ആഭ്യന്തര തീവ്രവാദികൾ അക്രമം അഴിച്ചുവിടുമ്പോഴും അതിന് പരിഹാരം കണ്ടെത്തുക എന്നതിന് പകരം അവർ അയൽ രാജ്യങ്ങളായ അഫ്ഗാനെയും ഇന്ത്യക്കും നേർക്ക് പഴിചാരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അയൽ രാജ്യങ്ങളെ കൊത്താൻ ഇവർ വളർത്തിയ വിഷപ്പാമ്പുകൾ ഇവരെ തിരിഞ്ഞുകൊത്തുമ്പോൾ ഇത്തരത്തിലൊരു ഇരവാദം മുഴക്കിയാൽ മാത്രമേ അവർക്ക് ഇപ്പോൾ ലോകത്തിന് മുൻപിലും സ്വന്തം ജനതയുടെ മുമ്പിലും പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.